മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RRT മാതൃകയിൽ അതിവേഗ റെയിൽപാതയ്ക്കും മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സുലേഖ ശശികുമാർ സമഗ്ര വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുലേഖ, മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനം അത് ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചിരകാല സ്വപ്നമായ അതിവേഗ റെയിൽപാത, ഇക്കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ? അസിത, തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിവേഗ റെയിൽപാത എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റീജിയണൽ റാപ്പിഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താൽപര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്തയക്കാനും അതിനൊപ്പം തന്നെ അതിനാവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കുവാനും ഗതാഗത വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ധാരണാപത്രത്തിൽ ഏർപ്പെടുക. പദ്ധതിയുടെ സാമ്പത്തിക കാര്യങ്ങൾ, വായ്പാ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ച അന്തിമ അനുമതി നൽകുന്നതിന് ഗതാഗത വകുപ്പ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിവേഗ ഗതാഗത സംവിധാനം എന്നത് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിലെ ഒരു സുപ്രധാന ഘടകമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടനയും അതിനൊപ്പം തന്നെ ജനസാന്ദ്രതയും കണക്കിലെടുത്ത് സമയബന്ധിതവും പരിസ്ഥിതി സൗഹൃദവും വേഗതയിലുള്ള റെയിൽ സംവിധാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുക, അതിനൊപ്പം തന്നെ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക, തൊഴിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലപ്പെടുത്തുക എന്നതാണ് കാഴ്ചപ്പാടിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, അത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന തടസ്സങ്ങൾ നീക്കി പ്രത്യേക പദ്ധതിക്കും ഇന്ന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ശമ്പളം, അതിനൊപ്പം തന്നെ പെൻഷൻ, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലെടുത്ത മറ്റൊരു സുപ്രധാന തീരുമാനം.